Good morning to you all. Today we are doing Mac Flackenum, the poem by John Dryden. Mac, M-A-C, F-L-A-C-K-N-O-E, Mac Flackenum. John Dryden, his period was between 1631 and 1700. 1631 and 1700. John Dryden was a versatile genius. He touched almost every brand of literature, and he had a Midas touch with him. Whatever he touched had been turned into gold. That is how he had a Midas touch with him. He was a versatile genius, multifaceted genius. He was the greatest poet and the greatest dramatist of his period. He was the greatest poet and the greatest dramatist of his period. He had been hailed as the father of English criticism and the father of English prose. He had been greeted as the father of English criticism, the father of English criticism, and the father of English prose. The father of English poetry is Geoffrey Chaucer, but the father of English prose is Dryden. Dryden inaugurated the Augustan age in English literature. Augustan age means the golden age. It is called so because the period of Augustus Caesar was the golden age of Roman history. The period of Augustus Caesar was the golden period, golden age of Roman history. That is how Dryden's period came to be called Augustan period or Augustan age, the golden age in English literature. As a man, Dryden was not very lovable. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത്ര സ്നേഹം അർഹിക്കുന്ന ആളായിരുന്നില്ല Dryden. He was something like an opportunist and a time server. ഒരു അവസരവാദിയായിരുന്നു ഇയാൾ. അവസരത്തിന് ഒത്തുയരുക, ഹി റോസ് ടു ദി ഒക്കേഷൻ ഓൾവേസ്. അവസരത്തിന് ഒത്തുയരുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹി വാസ് നോട്ട് വെരി ലവബിൾ ആസ് എ ഹ്യൂമൻ ബീയിങ്. ഹി വാസ് സംതിങ് ലൈക്ക് ആൻ ഓപ്പർച്യൂണിസ്റ്റ് ആൻഡ് എ ടൈം സെർവർ. ഇൻ ഹിസ് ഏർലി യൂത്ത് ഹി വാസ് എ പ്യൂരിറ്റൻ and an admirer of Oliver Cromwell, the Lord Protector of England. Oliver Cromwell. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ ഇദ്ദേഹം ഒരു പ്യൂരിറ്റൻ ആയിരുന്നു. പ്യൂരിറ്റൻ ഹു ഹാഡ് പ്യൂരിറ്റൻ ബിലീഫ് നമ്മൾ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പ്യൂരിറ്റൻ ആൻഡ് അഡ്മയർ ഓഫ് ഒലിവർ ക്രോംവെൽ. ഇംഗ്ലണ്ടിലെ ചോൾസ് ദി ഫസ്റ്റിനെതിരെ ആഭ്യന്തര കലാപം നയിച്ച ഒലിവർ ക്രോംവെൽ പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ ഭരണസാരഥ്യം ലോർഡ് പ്രൊട്ടക്ടർ ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള പേരിൽ സ്വീകരിച്ച ഒലിവർ ക്രോംവെല്ലിൻ്റെയും ആരാധകനായിരുന്നു ഇദ്ദേഹം. ആഫ്റ്റർ റിസ്റ്റോറേഷൻ, റിസ്റ്റോറേഷൻ മീൻസ് റിട്ടേണിംഗ് ടു കിങ്ഷിപ്പ് ആൻഡ് പ്രൊട്ടസ്റ്റൻ്റ് റൂൾ ഇൻ ഇംഗ്ലണ്ട്. റിസ്റ്റോറേഷൻ, പീരീഡ് ഓഫ് റിസ്റ്റോറേഷൻ മീൻസ് റിട്ടേൺ ടു കിങ്ഷിപ്പ് ആൻഡ് പ്രൊട്ടസ്റ്റൻ്റ് റൂൾ ഇൻ ഇംഗ്ലണ്ട്. ആ റിസ്റ്റോറേഷന് ശേഷം ഹി ബിക്കെയിം എ പ്രൊട്ടസ്റ്റൻ്റ്. പ്യൂരിറ്റനായിരുന്ന ഡ്രൈഡൻ പിന്നീട് റിസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോൾ കിങ്ഷിപ്പിലേക്കും പ്രോട്ടസ്റ്റൻ്റ് റൂളിലേക്കും വന്നപ്പോൾ ഒരു പ്രോട്ടസ്റ്റൻ്റായി മാറി, അവസരവാദി, ഓപ്പർച്യൂണിസ്റ്റ്. ഹി റോട്ട് എ ലോങ് പോയം റിലിജിയോ ലേസി ഡിഫെൻഡിങ് ദി പ്രോട്ടസ്റ്റൻ്റ് ചർച്ച്. പ്രോട്ടസ്റ്റൻ്റ് ചർച്ചിനെ ഡിഫെൻഡ് ചെയ്ത് ഇതൊരു കവിത എഴുതി ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് റിസ്റ്റോറേഷൻ. ദി പോയം വാസ് ദി ലോങ് പോയം വാസ് എൻറ്റൈറ്റിൽഡ് റിലിജിയോ ലേസി. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് കിങ് ചോൾസ് ദി സെക്കൻഡ്, ചോൾസ് സെക്കൻഡിൻ്റെ മരണശേഷം, പ്രോട്ടസ്റ്റൻ്റ് കിങ് ആയിരുന്ന ചോൾസ് ദി സെക്കൻഡിൻ്റെ മരണശേഷം ജെയിംസ് ദി സെക്കൻഡ് എ കാത്തലിക് ബിക്കെയിം ദ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ജെയിംസ് സെക്കൻഡ് വാസ് എ കാത്തലിക് ബൈ റിലിജിയൻ. കത്തോലിക്കക്കാരനായിരുന്നു ജെയിംസ് സെക്കൻഡ്. അപ്പോൾ ചോൾസ് ദി സെക്കൻഡിന് ശേഷം ഭരണസാരഥ്യം കൈയാളിയത് കത്തോലിക്കക്കാരനായിരുന്നു, കാത്തലിക്കായിരുന്നു ജെയിംസ് സെക്കൻഡ്. അപ്പോൾ ജെയിംസ് സെക്കൻഡ് ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോഴത്തേക്ക് ഇയാളുടെ മട്ടുമാറി. Dryden now became a Catholic and wrote the poem
ദി ഹൈൻഡ് ആൻഡ് ദി പാന്തർ. ദി ഹൈൻഡ് ആൻഡ് ദി പാന്തർ. ഇപ്പോൾ കാത്തലിക്സത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, കാത്തലിക് രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദി ഹൈൻഡ് ആൻഡ് ദി പാന്തർ എന്ന് പറയുന്നൊരു കവിത എഴുതി. ഹി റോട്ട് ദി പോയം ദി ഹൈൻഡ് ആൻഡ് ദി പാന്തർ. However, the abdication of the Catholic King James II അദ്ദേഹം സ്ഥാനഭ്രഷ്ടനായി അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടതിന് ശേഷവും അദ്ദേഹം പിന്നെ കാത്തലിക്കായിട്ട് തുടർന്നു. ഹി നെവർ റിട്ടേൺ ടു പ്രൊട്ടസ്റ്റാന്റിസം. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ചേർച്ചിലേക്ക് ഇദ്ദേഹം മടങ്ങി വന്നില്ല, പിന്നെ കാത്തലികക്കാരനായിട്ട് അങ്ങ് തുടർന്നു. ആഫ്റ്റർ ദി അബ്ഡിക്കേഷൻ ഓഫ് ദി കാത്തലിക് കിങ് ജെയിംസ് II, Dryden continued as a Catholic. As a poet, Dryden popularized the personal satire and mock epic poetry. Mock epic or mock heroic poetry. As a poet, please remember, Dryden popularized the personal satire and mock epic poetry. Personal satire, mock epic poetry popularize ചെയ്തു ഡ്രൈഡൻ ആസ് എ പോയറ്റ്. മെക്ഫ്ലെക്കനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബോത്ത്. പേഴ്സണൽ സറ്റയറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മോക്ക് എപ്പിക് പോയട്രിയുടെ കാര്യമാണെങ്കിലും രണ്ടിനും നല്ല ഉദാഹരണമാണ് നമ്മുടെ മെക്ഫ്ലെക്കനോ. മെക്ഫ്ലെക്കനോ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബോത്ത്. മെക്ഫ്ലെക്കനോ, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റൈറ്റിംഗ് ദിസ് പോയം? വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇറ്റ്സ് ഒറിജിൻ? ഇത് എങ്ങനെ ഉണ്ടായി മെക്ഫ്ലെക്കനോ? Macflecknoe is a poem attacking a rival writer. So this is a poem in which Dryden attacks a rival writer and playwright. എഴുത്തുകാരനും കവിയും അതുപോലെ നാടകൃത്തുമായിരുന്നു, കോൾഡ് തോമസ് ഷാഡ്വെൽ. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന ഒരു കവിയും അതുപോലെ തന്നെ സാഹിത്യകാരനും തോമസ് ഷാഡ്വെൽ. അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി എഴുതിയൊരു, അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ അറ്റാക്കാണ്, അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു കവിതയാണ് മാക്ഫ്ലെക്കനോ. ഡ്രൈഡൻ ആൻഡ് ഷാഡ്വെൽ വേർ വൺസ് ഫ്രണ്ട്സ്. ഈ ഡ്രൈഡനും ജോൺ ഡ്രൈഡനും തോമസ് ഷാഡ്വെലും ഒരിക്കൽ നല്ല മിത്രങ്ങളായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. ദേ ക്വാറൽഡ് ഓവർ പൊളിറ്റിക്കൽ മാറ്റേഴ്സ്. ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ് അവർ ശത്രുക്കളായി മാറിയത്. ഒരു വഴക്കൂടാനുള്ള കാരണം അതാണ്. ദേ ക്വാറൽഡ് ഓവർ പൊളിറ്റിക്കൽ മാറ്റേഴ്സ്. ഡ്രൈഡൻ റോട്ട് ദി പോയം അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ അറ്റാക്കിംഗ് ഷാഡ്വെൽസ് പേട്രൺ ഷെയ്ഡ്സ്ബറി. SHATESBURY. ഷാഡ്വെലിൻ്റെ രക്ഷാധികാരിയായിരുന്നു ഷെയ്ഡ്സ്ബറി. ആ ഷെയ്ഡ്സ്ബറിയെ ആക്രമിച്ചുകൊണ്ട് ജോൺ ഡ്രൈഡൻ ഒരു കവിത എഴുതി. അതിൻ്റെ പേരാണ് അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ. യു മസ്റ്റ് ഹാവ് ഹെഡ് ഇറ്റ്. കേട്ട് കാണും നിങ്ങളത് തീർച്ചയായിട്ടും. അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ ഈസ് എ പോയം റിട്ടൺ ബൈ ജോൺ ഡ്രൈഡൻ അറ്റാക്കിംഗ് ഷാഡ്വെൽസ് പേട്രൺ ഷെയ്ഡ്സ്ബറി. ഷാഡ്വെലിൻ്റെ പേട്രണായ ഷെയ്ഡ്സ്ബറിയെ നിശിതമായി ആക്രമിച്ചുകൊണ്ട് ഡ്രൈഡൻ ഒരു കവിത എഴുതി. അതാണ് അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ. ലേറ്റർ ഡ്രൈഡൻ റോട്ട് ദി പോയം മെഡൽ, MEDAL, മെഡൽ അറ്റാക്കിംഗ് ഷാഡ്സ്ബറി അഗൻ. ഷാഡ്വെലിൻ്റെ പേട്രണായ ഷാഡ്സ്ബറിയെ വീണ്ടും ആക്രമിച്ചുകൊണ്ട് ഡ്രൈഡൻ ഒരു കവിത കൂടി എഴുതി, മെഡൽ. ദിസ് ടൈം ഷാഡ്വെൽ റിപ്ലൈഡ് വിത്ത് ദി പോയം ദി മെഡൽ ഓഫ് ജോൺ ബയസ്. BAYES, ജോൺ ബയസ്. ഇത് കണ്ടിട്ട് തോമസ് ഷാഡ്വെലിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദിസ് ടൈം ഷാഡ്വെൽ റിട്ടാലിയേറ്റഡ് ഓർ റിപ്ലൈഡ് വിത്ത് ദി പോയം ദി മെഡൽ ഓഫ് ജോൺ ബയസ്. ഡ്രൈഡൻ ഒരു നല്ല മറുപടിയുമായി തോമസ് ഷാഡ്വെൽ ദി മെഡൽ ഓഫ് ജോൺ ബയസ് എന്ന് പറയുന്ന കവിത എഴുതി. ഡ്രൈഡൻ വാസ് ഫ്യൂരിയസ്. അവൻ അത്രയ്ക്കായോ, എന്നെ തോപ്പിക്കാനായോ അവൻ. ഡ്രൈഡൻ became very angry. He was very furious. He wrote അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ പാർട്ട് 2. ആദ്യം എഴുതിയല്ലോ, തുടക്കം അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ ആയിരുന്നല്ലോ ഷെയ്ഡ്സ്ബറി ആക്രമിച്ചത്. അപ്പോൾ ഇതിന് ദി മെഡൽ ഓഫ് ജോൺ ബയസ് എഴുതിയപ്പോൾ അതിനെതിരായിട്ട്
See Dryden Roach, Absalom and Achitophel Part 2, അറ്റാക്കിങ് ഷാഡ്വെൽ. ഇതിൽ ആക്രമിച്ചത് ഷെയ്സ്ബറി അല്ല, ഷാഡ്വെല്ലിനെ തന്നെയാണ്. അബ്സലാം ആൻഡ് ആക്കിട്ടോഫൽ 2 എന്ന് പറയുന്ന കവിതയിലൂടെ ഡ്രൈഡൻ അറ്റാക്ക്ഡ് തോമസ് ആൻഡ് ഷാഡ്വെൽ ഈസ് ഇൻട്രഡ്യൂസ്ഡ് ആസ് ആൻ ഓഗ് ഇൻ ദാറ്റ് പോയം. ഓഗ് മീൻസ് ഒറിജിനൽ ഗാങ്സ്റ്റർ, ഒരു കൊള്ളക്കാരൻ, ഗാങ്സ്റ്ററായിട്ടാണ് ഈ ഷാഡ്വെൽ ചിത്രീകരിക്കപ്പെട്ടത്. ഷാഡ്വെൽ ഈസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദി പോയം അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ പാർട്ട് 2 ആസ് ആൻ ഓഗ്. നോട്ട് കണ്ടന്റ് വിത്തിട്ട് അതും പോരാഞ്ഞിട്ട്, നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, ഡ്രൈഡൻ റോട്ട് മാക് ഫ്ലക്കനോ അറ്റാക്കിംഗ് ഷാഡ്വെൽ വിത്ത് ഓൾ ഈസ് മൈറ്റ്. ഈ അബ്സലാം ആൻഡ് അക്കിട്ടോഫൽ പാർട്ട് 2 അതുകൊണ്ടും അടങ്ങാഞ്ഞിട്ട്, നോട്ട് കണ്ടന്റ് വിത്ത് ദാറ്റ്, നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്, ഡ്രൈഡൻ റോട്ട് മാക് ഫ്ലക്കനോ അറ്റാക്കിംഗ് ഷാഡ്വെൽ വിത്ത് ഓൾ ഹിസ് മൈറ്റ്. തൻ്റെ എല്ലാ കരുത്തും ഉപയോഗിച്ച് ഷാഡ്വെലിനെ അടിച്ചമർത്താൻ വേണ്ടി മാക് ഫ്ലക്കനോ എന്ന് പറയുന്ന കവിത എഴുതി. ദി പോയം സൈലൻസ്ഡ് ഷാഡ്വെൽ വൺസ് ഫോർ ഓൾ. ഈ കവിതയോടുകൂടി പിന്നെ തോമസ് ഷാഡ്വെൽ ഒന്നും എഴുതാൻ പോയില്ല, പ്രതികരിക്കാൻ പോയില്ല. തോമസ് ഷാഡ്വെലിനെ ആകെ സൈലൻസ് ചെയ്ത, നിശബ്ദനാക്കിയ ഒരു നീണ്ട കവിതയായിരുന്നു മാക് ഫ്ലക്കനോ. മാക് ഫ്ലക്കനോയിൽ പ്രതിപാദിക്കുന്ന വാട്ട് ഡസ് ഹി ഡിസ്ക്രൈബ്? ഇൻ മാക് ഫ്ലക്കനോ, Dryden describes the coronation of Shadwell as the new king of nonsense. In Mac Flecknoe, Dryden describes the coronation ceremony, കിരീടധാരണ ചടങ്ങ്, സ്ഥാനാരോഹണം, ആരുടെ? കൊറോണേഷൻ ഓഫ് ഷാഡ്വെൽ ആസ് ദ ന്യൂ കിങ് ഓഫ് നോൺസെൻസ്, വിഡ്ഢികളുടെ രാജാവായിട്ട്, അല്ലെങ്കിൽ വിഡ്ഢിത്വം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിട്ട്, അല്ലെങ്കിൽ വിഡ്ഢികളുടെ രാജാവായിട്ട് തോമസ് ഷാഡ്വെലിനെ കിരീടധാരണം ചെയ്യുന്ന ചടങ്ങാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതിലെ? മാക് ഫ്ലക്കനോ. മാക് ഫ്ലക്കനോ, ഡ്രൈഡൻ ഡിസ്ക്രൈബ്സ് ദി കൊറോണേഷൻ ഓഫ് ഷാഡ്വെൽ ആസ് ദി ന്യൂ കിങ് ഓഫ് നോൺസെൻസ് ആൻഡ് ഡൾനെസ്. ഫ്ലക്കനോ, the reigning king, the ruling king is shown as choosing his successor. എന്നിട്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഫ്ലക്കനോ എന്ന് പറയുന്ന ഈ വിഡ്ഢികളുടെ രാജാവ്, അദ്ദേഹം പ്രായാധിക്യമായി അദ്ദേഹത്തിൻ്റെ അടുത്ത പിൻഗാമി ഫ്ലക്കനോവിൻ്റെ പിൻഗാമിയെ സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വി ഫൈൻഡ് ഫ്ലക്കനോ ചൂസിങ് ഓർ സെലക്ടിങ് ഹിസ് സക്സസർ. മാക് മീൻസ് സൺ ഇൻ ഐറിഷ് ലാംഗ്വേജ്. മാക് എന്ന് പറഞ്ഞാൽ സൺ, മകൻ, പുത്രൻ എന്നാണ് ഐറിഷ് ലാംഗ്വേജിൽ അർത്ഥം. ബൈ ദി വേ, ഫ്ലെക്കനോ വാസ് ആൻ ഐറിഷ് poetaster. Poetaster means a person who wrote inferior kind of poetry. തരംതാണ, ആരും വായിക്കാത്ത തരംതാണ കവിതകൾ എഴുതിയിരുന്ന ഒരു ഐറിഷ് പോയറ്റ് ആയിരുന്നു ഫ്ലെക്കനോ. അപ്പോൾ ഫ്ലെക്കനോയുടെ മകൻ എന്നാണ്, സൺ ഓഫ് ഫ്ലെക്കനോ, അതാണ് മാക് ഫ്ലെക്കനോ എന്ന് പറഞ്ഞാൽ. മാക് ഇൻ ഐറിഷ് ലാംഗ്വേജ് മീൻസ് സൺ. റിമെമ്പർ ദിസ്. അതായത് ഇങ്ങനെയൊക്കെ പരിഹസിച്ചെങ്കിലും ഷാഡ്വെൽ ഹാഡ് ഈസ് ഫൈനൽ റിവെഞ്ച് ഓൺ ഡ്രൈഡൻ. അവസാനം ഷാഡ്വെൽ പ്രതികാരം വീട്ടി. അതെങ്ങനെ? ആഫ്റ്റർ Dryden was removed from post of poet laureate. After Dryden was removed from the post of poet laureate, Shadwell was selected for the post. ഇംഗ്ലണ്ടിലെ ആസ്ഥാന കവിയാണ് പോയറ്റ് ലോറിയറ്റ് എന്നറിയപ്പെടുന്നത്. പോയറ്റ് ലോറിയറ്റ്. ഇപ്പോൾ ഡ്രൈഡൻ ആയിരുന്നു പോയറ്റ് ലോറിയറ്റ്. ആ സ്ഥാനത്ത് നിന്ന് ഡ്രൈഡനെ മാറ്റിയിട്ട് പിന്നെ സെലക്ട് ചെയ്യപ്പെട്ടത് ഈ തോമസ് ഷാഡ്വെൽ തന്നെയാണ്. ഇപ്പോൾ ഡ്രൈഡൻ പരിഹസിച്ച ആൾ തന്നെ അദ്ദേഹത്തെ പിന്തുടർന്ന് എന്ത് ചെയ്തു? ആസ്ഥാന കവിയായി മാറുകയും ചെയ്തു. അത് ദാറ്റ് ഈസ് ഹിസ്റ്ററി. സോ ദിസ് ഈസ്, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, എ മോക്ക് എപ്പിക് പോയം. വാട്ട് ഈസ് എ മോക്ക് എപ്പിക് പോയം? A mock epic poem is a poem handling a trivial subject with a epic dignity. A mock epic poem is a poem which handles a trivial, a silly subject with a epic dignity. ഒരു ഇതിഹാസത്തിൻ്റെ അന്തസ്സോടുകൂടി അവതരിപ്പിക്കുന്ന നിസ്സാരമായ ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു നിസ്സാരമായ വിഷയത്തെ ഒരു ഇതിഹാസം അവതരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന സമ്പ്രദായമാണ് മോക്ക് എപ്പിക്. മോക്ക് എപ്പിക്. എപ്പിക് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിനെ പരിഹസിക്കുന്ന രീതിയിലാണ് മോക്ക് എപ്പിക്. ദി ഇൻ്റർമിക്സിങ് വിത്ത് ദി സബ്ലൈം,
and the ridiculous. The intermixing with the sublime and the ridiculous produces a highly comic effect. ഇതിൽ ചെയ്യുന്നത് ശ്രേഷ്ഠമായ കാര്യങ്ങൾ, ശ്രേഷ്ഠമായ പദങ്ങളും ശ്രേഷ്ഠമായ സമ്പ്രദായത്തെ എന്ത് ചെയ്യുന്നു, റിഡിക്കുലസായ കാര്യങ്ങളുമായിട്ട് മിക്സ് ചെയ്യുന്നു. സബ്ലൈമായ കാര്യങ്ങളെ, ശ്രേഷ്ഠമായ കാര്യങ്ങളെ റിഡിക്കുലസായ കാര്യങ്ങളുമായിട്ട് മിക്സ് ചെയ്യുന്നു. അത് വല്ലാത്തൊരു കോമിക് എഫക്റ്റാണ് സൃഷ്ടിക്കുന്നത്. ഇറ്റ് ഓഫ് കോഴ്സ് ക്രിയേറ്റ്സ് എ കോമിക് എഫക്റ്റ്. So it is a summary of Flecknoe. Let us go through it. Flecknoe, the king of the realm of dullness and nonsense, had governed for long. Flecknoe, the king of the realm or kingdom of dullness and nonsense, had governed for long. Flecknoe, ഡെൽനസിൻ്റെയും നോൺസെൻസിൻ്റെയും രാജ്യത്തെ രാജാവായിരുന്നു. ദീർഘകാലം ഭരിച്ചു. ഹി ഗവേൺഡ് ഫോർ ലോ. നൗ ഹി വാസ് ഓൾഡ്. പ്രായാധിക്യമായി. ഓൾ ഓവർ ഹിസ് കിങ്ഡം ഹി ഹാഡ് ബീൻ അക്സെപ്റ്റഡ് ഇൻ സ്റ്റുപ്പിഡിറ്റി. രാജ്യത്തുടനീളം സ്റ്റുപ്പിഡിറ്റിയുടെ നേതാവായിട്ട്, സ്റ്റുപ്പിഡിറ്റിയുടെ വിളനിലമായി, മൂർധന്യ ഭാവമായി എല്ലാവരും കരുതി. ആരെ? ഫ്ലെക്കനോയെ. All over his kingdom he had been accepted in stupidity. He decided to find his successor from his many children. ധാരാളം മക്കളുണ്ട്, ധാരാളം പുത്രന്മാരുണ്ട്. അതിൽ ആ മക്കളിൽ ഒരാളെ തൻ്റെ പിൻഗാമിയായി, ഈ നോൺസെൻസും ഡെൽനെസ്സുമാകുന്ന സാമ്രാജ്യം ഭരിക്കാനുള്ള പിൻഗാമിയായി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവർക്കും, കുറേ മക്കൾക്ക് അല്പം ബുദ്ധിയൊക്കെ ഉണ്ട്. പരിപൂർണമായ ബുദ്ധിയുള്ളവരും പുത്രന്മാരും ആയേക്കില്ല, എന്നാലും കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവരുണ്ട് അധികം പേരും. എന്തായാലും അവർക്കൊന്നും രാജ്യ ഭരണാധികാരം കൊടുക്കുന്നില്ല. ഹി ഡിസൈഡഡ് ടു ഗിവ് ഹിസ് കിങ്ഡം only to him who would wage a ceaseless war with sense. സെൻസുമായി സീസ്ലെസ് നോൺ സ്റ്റോപ്പായി യുദ്ധം ചെയ്യുന്ന തൻ്റെ മകന് മാത്രമേ രാജ്യാധികാരം കൊടുക്കൂ എന്നുള്ള തീരുമാനത്തിലെത്തി ഈ ഫ്ലെക്കനോ എന്ന് പറയുന്ന രാജാവ്, വിഡ്ഢികളുടെ രാജാവ്. ഹി ഡിസൈഡഡ് ടു ഗിവ് ഹിസ് കിങ്ഡം only to him he would wage a ceaseless non-stop war with sense. ഷേഡ്വെൽ വാസ് ഫിറ്റ് ഫോർ ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പല പുത്രന്മാരുണ്ട്, അവർക്കൊക്കെ അല്പസ്വല്പം ബുദ്ധിയൊക്കെ ഉണ്ട്. അത് ഒട്ടും ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ തികഞ്ഞ ഒരു മന്ദബുദ്ധിയാണ് തോമസ് ഷാഡ്വെൽ. പരിഹസിക്കാൻ നിശിതമായി നമ്മുടെ ഇന്നത്തെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന റോസ്റ്റിംഗ് എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും നിശിതമായിട്ടാണ് പരിഹസിക്കുന്നത് ഡ്രൈഡൻ. ഷാഡ്വെൽ വാസ് ഫിറ്റ് ഫോർ ഇറ്റ്. ഞാൻ നോക്കിയപ്പോൾ ആസ് ഈ സക്സസർ ദി ഫിറ്റസ്റ്റ് വാസ് ഷാഡ്വെൽ. Of all his sons, Shadwell was the most resembled him. ഇത്രയും പുത്രന്മാരുണ്ടായിട്ടും ഇയാളെ ബുദ്ധിയിലും അതുപോലെ രൂപത്തിലും എല്ലാം റിസംബിൾ ചെയ്യുന്നത് ഷാഡ്വെല്ലാണ്. ആരെ? ഫ്ലെക്കനോയെ. ഷാഡ്വെൽ നെവർ ഡീവിയേറ്റഡ് ഇൻ ടു സെൻസ്. ഷാഡ്വെല്ലിനൊരു ഗുണമുണ്ട്, ഒരിക്കൽ പോലും ബുദ്ധി പ്രദർശിപ്പിച്ചിട്ടില്ല. ഷാഡ്വെൽ നെവർ ഡീവിയേറ്റഡ് ഇൻ ടു സെൻസ്. His corpulent body, corpulent means excessively fat, his corpulent body was suited for thoughtless majesty. ഇദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് ചിന്താശൂന്യതയെ കാണിക്കുന്ന തടിച്ച ശരീരമായിരുന്നു. അപ്പം തടിച്ച വണ്ണമുള്ള ശരീരമുള്ളവരൊക്കെ മന്ദബുദ്ധികളാണെന്നാണ് ഡ്രൈഡൻ പറയുന്നത്. See what happened, his corpulent body was suited for thoughtless majesty. Flecknoe, he says, had come earlier to prepare the way for his son. ഫ്ലെക്കനോ പറയുന്നു, ഞാൻ എൻ്റെ മകന് വേണ്ടി, ഷാഡ്വെല്ലിന് വേണ്ടിയിട്ട് ആ രാജ്യം ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ രാജാവായത്. ഫ്ലെക്കനോ, he says, had come earlier to prepare the way for his son. Near the old London wall, the place of ceremony, the site of the ceremony, coronation ceremony was fixed at London. അതും ഓൾഡ് ലണ്ടനിലാണ് ഈ കിരീടധാരണം നടക്കുന്നത്. നിയർ ദി ഓൾഡ് ലണ്ടൻ വാൾ there was an ancient building called ബാർബിക്കൻ.
പഴയ ലണ്ടൻ്റെ ഭിത്തിയോട് ചേർന്ന്, ചുറ്റുമതിലിനോട് ചേർന്ന് there was an ancient building. പണ്ട് നാടകങ്ങളൊക്കെ അരങ്ങേറിയിരുന്ന, നാടകങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ്. പൊട്ട നാടകങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ there was an ancient building called Barbican. Here children, both boys and girls, were taught to act. അഭിനയം പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. ബോയ്സിനെയും ഗേൾസിനെയും അഭിനയം പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ദിസ് ബിൽഡിംഗ് കോൾഡ് ബാബിക്കൻ. At Barbican, children, both boys and girls, were taught how to act. But no great plays, comedies or tragedies were acted here. പക്ഷേ ഒരു മഹത്തായ ഒരു നാടകവും മഹത്തായ കോമഡീസോ മഹത്തായ ട്രാജഡീസോ ഒന്നും ഇവിടെ എനാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ബാബിക്കൻ എന്ന് പറയുന്ന തിയേറ്ററിൽ എനാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബട്ട് നോ ഗ്രേറ്റ് പ്ലേസ്, കോമഡീസ് ഓർ ട്രാജഡീസ് വേർ ആക്റ്റഡ് ഹിയർ. ഡ്രമാറ്റിക്സ് ലൈക്ക് ഫ്ലെക്ചർ ആൻഡ് ബെൻ ജോൺസൺ ഡിഡ് നോട്ട് അപ്പിയർ ഇൻ ദിസ് തിയേറ്റർ. അന്നത്തെ കാലത്തെ ഷേക്സ്പിയറിന് മുമ്പേ ഉള്ള പ്രശസ്തരായ രണ്ട് നാടകകൃത്തുക്കളാണ് ഫ്ലെച്ചറും അതുപോലെ ബെൻ ജോൺസണും. ഫ്ലെച്ചറിൻ്റെയോ ബെൻ ജോൺസണിൻ്റെയോ നാടകങ്ങളൊന്നും ഇവിടെ അരങ്ങേറിയിട്ടില്ല. ഡ്രമാറ്റിക്സ് ലൈക്ക് ഫ്ലെച്ചർ ആൻഡ് ബെൻ ജോൺസൺ ഡിഡ് നോട്ട് അപ്പിയർ ഇൻ ദിസ് തിയേറ്റർ. ദിസ് ഡിസർട്ടഡ് പ്ലേസ് വാസ് ചോസൻ ഫോർ കണ്ടക്ടിങ് ദി കൊറോണേഷൻ ഓഫ് ഷാഡ്വെൽ. ഈ ഒരു വിജനമായ ഒരു സ്ഥലം, ഇപ്പം എന്തായാലും വിജയിച്ച നാടകങ്ങളൊന്നും അരങ്ങേറാത്ത ബാബിക്കൻ എന്ന് പറയുന്ന തിയേറ്റർ, ആ സ്ഥലമാണ്. ദിസ് ഡിസർട്ടഡ് പ്ലേസ് വാസ് ചോസൻ ഫോർ കണ്ടക്ടിങ് ദി കൊറോണേഷൻ ഓഫ് ഷാഡ്വെൽ. ഈ തോമസ് ഷാഡ്വെലിൻ്റെ കിരീടധാരണം അടുത്ത അവകാശിയായി വാഴിക്കുന്ന ആ ചടങ്ങ് നടത്തുന്നതിന് ഈ ബാബിക്കൻ എന്ന് പറയുന്ന തിയേറ്ററാണ് അവർ സെലക്ട് ചെയ്തത്, ഓൾഡ് ലണ്ടൻ വാർഡിനടുത്ത്. The news of the coronation was spread over the neighboring areas of the city. ഈ ഡൽനസിലെയും നോൺസെൻസ് എന്ന് പറയുന്ന രാജ്യത്തിലെയും മിഡിയകളുടെ രാജാവായിട്ട് പുതിയൊരു രാജാവ് വരുന്നു, പുതിയൊരു രാജാവ് അവരോധിക്കപ്പെടാൻ പോകുന്നുള്ള വാർത്ത അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കാട്ടുതീ പോലെ വരുന്നു. The news of the coronation was spread over the neighboring areas of the city. Instead of carpets, the path to the coronation place was covered with unsold works of poets like Heywood, Shirley, Ogleby and Shadwell himself. അപ്പോൾ സാധാരണ ഈ കിരീടധാരണം എന്ന് പറഞ്ഞ് നടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ആ വലിയ പന്തൽ, അവിടെ എല്ലാം ചുവന്ന കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന ആ സ്ഥലത്തെന്ന് പറയുന്നത് നല്ല കാർപ്പറ്റ് വിരിച്ച് അലങ്കരിക്കേണ്ടതാണ്. ഇവിടെ അതിന് പകരം തറയിൽ വിരിച്ചിട്ടിരുന്നത് ചിലവാകാത്ത അൺസോൾഡ് ആൻഡ് അൺറെഡ് ബുക്സ്, ആരും വായിക്കാത്ത, പ്രിൻ്റ് ചെയ്തിട്ടും ചെലവഴിക്കപ്പെടാത്ത പുസ്തകങ്ങളാണ് കൊണ്ട് ചെതറിയിട്ടിരുന്നത്. ഇവരുടെ സിംഹാസനമായിട്ട് ഒരുക്കിയിരുന്നതും പുസ്തക കൂമ്പാരമാണ്. പുസ്തകങ്ങളുടെ മുകളിൽ അവരുടെ ഹൈത്രോൺ വാസ് ഓൾസോ മെയ്ഡ് ഓഫ് അൺസോൾഡ് ബുക്സ്. ഈ ഉയർന്ന സിംഹാസനം പോലെ ഉണ്ടാക്കിയത് ഈ അൺസോൾഡ് ആൻഡ് അൺറെഡ് ബുക്സ് ഉപയോഗിച്ചായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് കാർപ്പറ്റ്സ്, ദി പാത്ത് ടു ദി കൊറോണേഷൻ പ്ലേസ് വാസ് കവേർഡ് വിത്ത് അൺസോൾഡ് ആൻഡ് അൺറെഡ് വർക്ക്സ് ഓഫ് ബാഡ് പോയറ്റ്സ് ലൈക്ക് ഹേവുഡ്. ആരുടെ കൃതികളാണ് ആരും വായിക്കാത്ത ഹേവുഡിൻ്റെ, ജെയിംസ് ഷിർലി എന്ന് പറയുന്ന പോയിട്ടുണ്ട്, ഓഗിൾബൈ ആൻഡ് തോമസ് ഷാഡ്വെൽ ഹിംസെൽഫ്. തോമസ് ഷാഡ്വെലിൻ്റെ നാടകങ്ങളും കവിതകളും ഒക്കെ. ദി പബ്ലിഷർ ഹെറിംഗ്മാൻ, ഇവരുടെ പൊട്ടകൃതികൾ പബ്ലിഷ് ചെയ്ത ആളാണ് ഹെറിംഗ്മാൻ. ദി പബ്ലിഷർ ഹെറിംഗ്മാൻ വാസ് ദി ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്. അവിടുത്തെ ഉള്ള സെക്യൂരിറ്റികളുടെയൊക്കെ തലവൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഹെറിംഗ്മാൻ ആയിരുന്നു. their publisher. The publisher Herringman was the captain of the guard. Flecknoe was seated on a high throne made of unsold books. ഈ വിറ്റഴിക്കപ്പെടാത്ത പുസ്തകങ്ങൾ ഉണ്ടാക്കിയ ഒരു സിംഹാസനം പോലെ കൂന കൂട്ടിയതിൻ്റെ മുകളിലാണ് ഫ്ലക്കനോ ഇരുന്നത്, പഴയ രാജാവ് ഇരുന്നത്, യുവകൃഷ്ണനായിരുന്നത്. അറ്റ് ഈസ് റൈറ്റ് ഹാൻഡ്, ഇയാളുടെ വലതുവശം, ആരുടെ വലതുവശം? അറ്റ് ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് എ ഫ്ലക്കനോ Shadwell sat, the future hope of the realm of dullness. He was the future hope of the realm of dullness. വിഡ്ഢിത്തത്തിൻ്റെ ഭാവി പ്രതീക്ഷയാണ് തോമസ് ഷാഡ്വെൽ. ഫ്ലക്കനോ വരുന്നതിൻ്റെ വലതുവശത്തായിട്ട് തോമസ് ഷാഡ്വെൽ സാറ്റ് ദി ഫ്യൂച്ചർ ഹോപ്പ് ഓഫ് ഡൾനെസ്.
ദി ഫ്യൂച്ചർ ഹോപ്പ് ഓഫ് ഡൾനെസ്. റൗണ്ട് ഈസ് ഹെഡ് വാസ് എ ക്ലൗഡ് ഓഫ് ഫോഗ്. സാധാരണ ഈ രാജാക്കന്മാരുടെയൊക്കെ ദേവന്മാരുടെയൊക്കെ മുഖത്തിന് ദർ വിൽ ബി എ ഹാലോ, എ ഗ്ലോറിയസ് ഹാലോ വിൽ ബി ദർ. ഒരു വല്ലാത്ത ഒരു പരിവേഷം, ഒരു മഹത്വത്തിൻ്റെ പരിവേഷം കാണും. ഇവിടെ ഇയാളുടെ ശിരസിന് ചുറ്റും കണ്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഒരു മൂടൽ മഞ്ഞാണ്, ഫോഗാണ് കണ്ടത്. ആ മൂടൽ മഞ്ഞെന്ന് പറഞ്ഞാൽ ഷോസ് ഓർ ഇറ്റ് സിംബലൈസസ് ഡൾനെസ് ആൻഡ് നോൺസെൻസ്. ഡൾനെസ്സിനെ നോൺസെൻസിനെ സിംബലൈസ് ചെയ്യുന്ന ഫോഗാണ് വലയം ചെയ്തത്. ദി ഹാലോ വാസ് നത്തിങ് ബട്ട് ദി ഫോഗ് വിച്ച് കവേഡ് ഹിസ് ഹെഡ്, വിച്ച് വെൻ റൗണ്ട് ഹിസ് ഹെഡ്. അയാളുടെ ചുറ്റും ഉണ്ടായിരുന്നത് എന്താണ്? ഫോഗായിരുന്നു. സോ റൗണ്ട് ഹിസ് ഹെഡ് വാസ് എ ക്ലൗഡ് ഓഫ് ഫോഗ്. He saw that he would wage a lifelong war with sense. ഷാഡ്വെൽ ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സത്യം ഒരു പ്രതിജ്ഞ എടുത്തതാണ്. ഹി സോർ ദാറ്റ്, ആണയിട്ട് പറഞ്ഞു. സ്വയർ എന്നുള്ളതിൻ്റെ പാസ്റ്റൻസ് അല്ലേ സോർ. ഹി സോർ ദാറ്റ് ഹി വുഡ് വേജ് എ ലൈഫ് ലോങ് വാർ വിത്ത് സെൻസ്. ആജീവനാന്തം ജീവിച്ചിരിക്കുന്നത് വരെ സെൻസ്, ബോധവുമായി അല്ലെങ്കിൽ ബുദ്ധിയുമായി ഇയാൾ എന്ത് ചെയ്യും? പടപൊരുതും എന്ന് പറഞ്ഞു. ഫ്ലക്കനോ ഹിംസെൽഫ് ആക്ടഡ് ആസ് ദി പ്രീസ്റ്റ്. അവിടെ പ്രീസ്റ്റായി പ്രവർത്തിച്ചത് ഫ്ലക്കനോ തന്നെയാണ്. കിരീടധാരണത്തിന് ദേഹമാസകരം എണ്ണ തേക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആരാണോ കിരീടധാരണം നടത്താൻ ദേഹമാസകരം എണ്ണ തേക്കണം, അങ്ങനെയുള്ള എണ്ണയെല്ലാം തേച്ചു കൊടുത്തത് പിതാവ് തന്നെയാണ്. സോ ദി ഫാദർ ഹിംസെൽഫ് ആക്ടഡ് ആസ് ദി പ്രീസ്റ്റ് ഫോർ ദി സെറമണി. സോ ഫ്ലക്കനോ ഹിംസെൽഫ് ആക്ടഡ് ആസ് ദി പ്രീസ്റ്റ് and performed the sacred unction. Unction, UNCTION. Unction means anointing of holy oil as a part of the ceremony. ഈ സെറമണിയുടെ ഭാഗമായി ഹോളി ഓയിൽ ദേഹമാസകരം ശിരസിലുമൊക്കെ പൂശുന്ന സമ്പ്രദായമാണ് അനോയിൻറ്റിങ് സെറമണി ഓർ അൺഷൻ. അൺഷൻ. അപ്പോൾ ഈ അൺഷൻ, ഈ എണ്ണ തേക്കൽ നടത്തിയത് പിതാവ് തന്നെയാണ്, പ്രീസ്റ്റിന് പകരമായിട്ട്. വേറെ പ്രീസ്റ്റ് ഒന്നുമില്ല. ഇൻ ഹിസ് ലെഫ്റ്റ് ഹാൻഡ്, ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് ഓഫ് തോമസ് ഷാഡ്വെൽ, ഹി ഹാഡ് എ മഗ് ഓഫ് സ്ട്രോങ് എയിൽ. എയിൽ മീൻസ് ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കർ. പഴയ കാലത്ത് ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറാണ് എയിൽ എന്ന് പറയുന്നത്. ഒരു മഗ് നിറയെ എയിലാണ് ഇടത്തെ കയ്യിലുണ്ടായിരുന്നത്. ഇൻസ്റ്റഡ് ഓഫ് ഗ്ലോബ്, സാധാരണഗതിയിൽ കാണുന്ന ഒരു ഗ്ലോബ്, ഈ രോഗം മുഴുക്ക ഭരിക്കുന്നവൻ്റെ എന്നുള്ള ഒരു പ്രതീകമായിട്ടൊരു ഗ്ലോബായിരിക്കുള്ളത്. അതിന് പകരം ഈ ഷാഡ്വെലിൻ്റെ കയ്യിൽ ഇടത്തെ കയ്യിലുണ്ടായിരുന്നത് മഗ് ഓഫ് എയിലാണ്. മഗ് ഓഫ് ലിക്കർ. ഷാഡ്വെൽസ് ടെമ്പിൾസ് വെർ കവേർഡ് വിത്ത് സ്ലീപ്പ് ഇൻഡ്യൂസിങ് പോപ്പീസ്. പോപ്പി എന്ന് പറയുന്ന ഒരു തരം ഫ്ലവർ, കഞ്ചാവ് ചെടി പോലുള്ള ഒരു ചെടിയാണ് പോപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ദി ഫ്ലവേഴ്സ് ഹാവ് ഇൻടോക്സിക്കേറ്റ്. പൂക്കൾക്ക് മാത്രമല്ല, ദി ലീവ്സ് ഓൾസോ ഹാവ് ഇൻടോക്സിക്കേറ്റിംഗ് എഫക്റ്റ്. ഒരു തരം ഇൻടോക്സിക്കേറ്റിംഗ്, ഉന്മാദം പകരുന്ന അവസ്ഥയിലുള്ളതാണ് ഈ പോപ്പീസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ക്രൗൺ, ഹി ഹാഡ് എ ക്രൗൺ മെയ്ഡ് ഓഫ് പോപ്പി ഫ്ലവേഴ്സ്. ഹി ഹാഡ് വോൺ എ ക്രൗൺ മെയ്ഡ് ഓഫ് പോപ്പി ഫ്ലവേഴ്സ്. കഞ്ചാവ് പൂക്കൾ പോലെയുള്ള പൂക്കൾ, പോപ്പി പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഉറക്കം സമ്മാനിക്കുന്ന, നിദ്ര സമ്മാനിക്കുന്ന, ഗന്ധം നിദ്ര സമ്മാനിക്കുന്ന പോപ്പി ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു പുഷ്പ കിരീടമാണ് ഇയാൾ അണിഞ്ഞിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദി റിയൽ ക്രൗൺ. ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ദി പാർട്ട് ഓഫ് ദി ഹെഡ്. സോ ഷാഡ്വെൽസ് ടെമ്പിൾസ് വെർ കവേർഡ് വിത്ത് സ്ലീപ്പ് ഇൻഡ്യൂസിങ് പോപ്പീസ്. മന്ദതയുടെ ലക്ഷണമാണല്ലോ ഉറക്കം എന്ന് പറയുന്നത്. ജസ്റ്റ് ദെൻ, at the moment of crowning ceremony, at the moment of coronation, 12 owls appeared to his left. ഈ ഷാഡ്വെലിൻ്റെ ഇടതുവശത്ത് 12 മൂങ്ങകൾ പ്രത്യക്ഷപ്പെട്ടു. ആസ് എ ഗുഡ് ഓമൻ, നല്ലൊരു ശകുനം പോലെ, ആസ് എ ഗുഡ് ഓമൻ 12 owls appeared on his left side at the moment of coronation. കൊറോണേഷൻ സമയത്ത് ഒരു 12 മൂങ്ങകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ഒരു ട്രിവിയൽ മാറ്റർ, ഒരു സബ്ലൈമായ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം ചരിത്രത്തിൽ റോമാ സാമ്രാജ്യം സ്ഥാപിച്ചത് റോമുലസ് എന്ന് പറയുന്ന ഹീറോയാണ്. റോമുലസ് എന്ന് പറയുന്ന ഹീറോ റോമാ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസിന് മുകളിൽ 12 വൾച്ചേഴ്സ്, 12 കഴുകന്മാരിങ്ങനെ വട്ടമിട്ട് പറന്നു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തോമസ് ഷാഡ്വെലിൻ്റെ കിരീടധാരണ സമയത്ത് ഇയാളുടെ ഇടതുവശത്ത് 12 മൂങ്ങകൾ വന്നിരുന്നു. മൂങ്ങകൾ എന്ന് പറഞ്ഞാൽ തന്നെ മന്ദബുദ്ധികളല്ലേ മൂങ്ങ.
ഔൾ. അപ്പോൾ ഔൾസാണ് വന്നത്. ഇതുപോലെ just then 12 owls appeared to his left. It reminded of the 12 vultures or eagles that Romulus saw when he was about to found the Roman Empire. റോമാ സാമ്രാജ്യം സ്ഥാപിക്കുന്ന ആ സമയത്ത് റോമലസ് എന്ന് പറയുന്ന ഹീറോ കണ്ട 12 വൾച്ചേഴ്സിന് പകരമായിട്ടുള്ള 12 മൂങ്ങകളെയാണ് മോക്ക് എപ്പിക്കായിട്ട് അവതരിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് മോക്ക് എപ്പിക്. അധികം ഇമേജസ് ഒന്നും ഈ കവിതയിലില്ല. ആദ്യം ഈ കവിതയിൽ ഹൈപ്പർബലി എന്ന് പറയുന്ന ആ ഇമേജറി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അസോണൻസ് ഉണ്ട്. അങ്ങനെ ഓൺ സീയിങ് ദി ഔൾസ് ദി ഓഡിയൻസ് അപ്ലോഡഡ് ലൗഡ്ലി. ഉറച്ചത്തിൽ കൈയടിച്ചു ഈ മൂങ്ങകളെയോടെ കണ്ടപ്പോഴത്തേക്ക്. The old king then shook the grey hairs on his head and beads of sweat fell from his brows on his son. ഇതെല്ലാം കണ്ട് സന്തോഷവനായിട്ട് നമ്മുടെ ഫ്ലെക്കനോ എന്ന് പറയുന്ന വൃദ്ധനായ രാജാവ് ഇയാൾ നരച്ച തലമുടി ഇട്ട് കുലിക്കപ്പോഴത്തേക്കും തലേന്ന് വേർപ്പ് ഇട്ടിട്ട് നെറ്റിയോട് ഒലിച്ച് തൻ്റെ വലതുവശത്തിരിക്കുന്ന മകൻ്റെ ദേഹത്ത് തന്നെ വീണു. അതൊരു തരം ഒരു സെറിമണിയാണ്. വെള്ളം പുണ്യാഹം കുടയുന്നൊരു പ്രതീതിയായി ഇയാളുടെ വേർപ്പ് വീണത്. പരിഹസിക്കുകയാണ് ഡ്രൈഡ്. ഫ്ലെക്കനോ നൗ ഷവേഡ് ഈസ് ബ്ലെസ്സിങ്സ് ഓൺ ഷാഡ്വെൽ. ഇനി ഫ്ലെക്കനോയുടെ ബ്ലെസ്സിങ്സ് ആണ് അങ്ങ് വാരിക്കോരി ചൊല്ലുകയാണ്. ഫ്ലെക്കനോയുടെ ഒരു സ്പീച്ച്. ഫ്ലെക്കനോ ഷവേഴ്സ് ഈസ് ബെനഡിക്ഷൻ സ്പീച്ച് ഓൺ ഹിം. ഫ്ലെക്കനോ നൗ ഷവേഴ്സ് ഈസ് ബ്ലെസ്സിങ്സ് ഓൺ ഷാഡ്വെൽ. ഫ്ലെക്കനോ വാൺസ് ഹി സൺ ടു സർപ്പാസ് ഹിം. അച്ഛനേക്കാളും കേമനാകണമെന്ന് പറയുന്നു. തന്നെ സർപ്പാസ് ചെയ്യണം, എക്സൽ ചെയ്യണം, ഓവർടേക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഷാഡ്വെൽ ഷുഡ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ സക്സസ്. മോനെ നീ ഒരിക്കലും വിജയത്തിന് താല്പര്യം കാണിക്കരുത്. തോറ്റ് മണ്ടനായിട്ട് തോക്കണം. ഷാഡ്വെൽ ഷുഡ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ സക്സസ്. ഹീ മസ്റ്റ് സ്പെഷ്യലൈസ് ഇൻ വേസ്റ്റിംഗ് എനർജി. നിൻ്റെ ഊർജം വെറുതെ ചെലവഴിക്കണം. ഒരു മണ്ടൻ നാടകം എഴുതിയ സമയം വെറുതെ നീ ചെലവഴിക്കണം. ഇതൊക്കെ ഡ്രൈഡൻ പരിഹസിച്ച് പറയുന്നതാണ്. വേസ്റ്റിംഗ് ഹിസ് എനർജി. ഹീ മസ്റ്റ് കണ്ടിന്യൂ ഹിസ് ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് 4 or 5 years on a worthless play. നിൻ്റെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, 4 or 5 വർഷങ്ങൾ ആരും വായിക്കാത്ത ഉപയോഗശൂന്യമായ നാടകം എഴുതുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന ആ സമ്പ്രദായം അത് നീ തുടരണം. 3-4-5 വർഷങ്ങൾ വീഴുന്ന ഓരോ പൊട്ട നാടകങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിക്കണം. അങ്ങനെ യു ഷുഡ് വേസ്റ്റ് യുവർ എനർജി, ടൈം ആൻഡ് മണി ഓർ വർത്ത്ലെസ് തിങ്സ്. He must continue his habit of spending 4 or 5 years on a worthless, useless play. Flecknoe also warns his son Shadwell against the tendency to borrow expressions and jokes from Charles Sedley. നിനക്ക് ചോൾസ് സെഡ്ലി എന്ന് പറയുന്ന റൈറ്ററിൽ നിന്ന് എക്സ്പ്രഷൻസും ജോക്സും ഒക്കെ കടമെടുക്കാൻ അങ്ങനെ ഒരു പ്ലേജിയറിസം ഒരു മോഷണം നിനക്കുണ്ട്. അത് വേണ്ട, അതെന്തായാലും വേണ്ട എന്ന് ശക്തമായ രീതിയിൽ ഫ്ലെക്കനോ ആവശ്യപ്പെടുന്നു. ഫ്ലെക്കനോ വാൺസ് ഹിസ് സൺ എഗൻസ്റ്റ് ദി ടെൻഡൻസി ടു ബോറോ എക്സ്പ്രഷൻസ് ആൻഡ് ജോക്സ് ഫ്രം ചോൾസ് സെഡ്ലി. ഫോറിൻ എയ്ഡ് വിൽ നോട്ട് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഹിസ് പ്രോസ്. മോനെ, നീ എവിടെ നിന്നൊക്കെ കടമെടുത്താലും നിൻ്റെ പ്രോസ് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നീ ചോൾസ് സെഡ്ലിയുടെ കൃതികളിൽ നിന്നൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നത്? നിൻ്റെ ഏറ്റവും വിരസമായ പ്രോസിന് ഉദാഹരണമാണ് എപ്സം വെൽസ്. The best example of his dull prose can be seen. The best example of the dull prose of Mac Flecknoe or Thomas Shadwell can be seen in his Epsom Wells. Epsom Wells ഷാഡ്വെല്ലിൻ്റെ ഒരു കൃതിയാണ്. അത് ഡ്രൈഡൻ പറയുന്ന ഏറ്റവും വിരസമായ പ്രോസിന് ഉദാഹരണമാണെന്നാണ്. If Shadwell writes in a natural way, people can enjoy Sir Formal's oratory all the time. ഇനി ഷാഡ്വെൽ ഒരു നല്ല രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, നാച്ചുറലായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉറിച്ചുസോ എന്ന് പറയുന്ന ഒരു പ്ലേ ഉണ്ട്. ഉറിച്ചുസോ എന്ന് പറയുന്ന പ്ലേയിൽ ഒരു കഥാപാത്രമാണ് സർ ഫോമൽ. ആ സർ ഫോമലിൻ്റെ ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം ഉറിച്ചുസോ എന്ന് പറയുന്ന നാടകത്തിൽ ചേർത്തിട്ടുണ്ട്. ആ പ്രഭാഷണം വളരെ വിരസമാണെന്നാണ് ഡ്രൈഡൻ പറയുന്നത്. നീ നാച്ചുറലായിട്ട് എഴുതുവാണെങ്കിൽ ഈ സർ ഫോമലിൻ്റെ ആ പ്രഭാഷണം നന്നായിരിക്കും, ആളുകൾക്ക് വായിച്ച് രസിക്കും. എന്ത് ചെയ്യാനാണ്? ഇറ്റ് ഈസ് വെരി ബാഡ്. ഹിസ് ഓറേഷൻ ഈസ് വെരി ബാഡ്. എന്താ പറയുന്നത്? ഫ്ലെക്കനോ, വാട്ട് ഡസ് ഫ്ലെക്കനോ സേ?
If Shadwell writes in a natural way, people can enjoy Sir Formal's oratory all the time. Sir Formal is a character in Shadwell's play Virtuoso. Flecknoe ridicules Shadwell's claim of being the poetical son of Ben Jonson. ഇനി തോമസ് ഷാഡ്വെൽ പലപ്പോഴും പറയാറുണ്ട് ഈ തോമസ് ഷാഡ്വെൽ ബെൻ ജോൺസൻ്റെ പൊയറ്റിക്കൽ സണ്ണാണെന്ന്. അത് കളിയാക്കുന്നു. നീ എൻ്റെ സണ്ണാണ്, നീ ആരുടെയും പൊയറ്റിക്കൽ സണ്ണൊന്നുമല്ല, അങ്ങനെ പറയുകയും വേണ്ട. Flecknoe ridicules Shadwell's claim of being the poetical son of Ben Jonson. The only resemblance between them is physical. നിങ്ങളിലുള്ള സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, ഈ കോർപ്പൂലൻസിൻ്റെ കാര്യത്തിൽ, ഫാറ്റ്നസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സാദൃശ്യം. പൊണ്ണത്തടിയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും സദൃശ്യരാണ്. അല്ലാതെ ബെൻ ജോൺസൻ്റെ 7 അയലത്ത് പോലും നീ എത്തില്ല പൊന്നുമോനെ. അത് ഈ ന്യൂ പ്രിൻസ് ഓഫ് ഡൾനസ്. ഒരേ ഒരു സാദൃശ്യം, ദി ഒൺലി റിസംബ്ലൻസ് ബിറ്റ്വീൻ ദം ഈസ് ഫിസിക്കൽ. Ben Jonson's comedies had never stooped so low as the place like Psyche. ഷാഡ്വെല്ലിൻ്റെ ഒരു നാടകമാണ് സൈക്കി എന്ന് പറയുന്നത്. സൈക്കി. ബെൻ ജോൺസൻ്റെ ഒരൊറ്റ നാടകവും ഈ ഷാഡ്വെല്ലിൻ്റെ സൈക്കിയെ പോലെ തരം താണിട്ടില്ല. അച്ഛൻ പറയുന്നതായിട്ടാണ് പറയുന്നത്. പറഞ്ഞ ഡ്രൈഡൻ്റെ അഭിപ്രായം. Ben Jonson's comedies had never stooped, never come down so low as the place like Psyche. Shadwell's comedies produced sleep, while his tragedies produced laughter. എൻ്റെ പൊന്നുമോനെ, നിൻ്റെ കോമഡീസ് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അപ്പോഴേ ഉറക്കം തോന്നും. നിൻ്റെ ട്രാജഡീസ് കണ്ടാലോ ചിരിച്ച് മണ്ണ് കത്തും. അതാണ് നിൻ്റെ കോമഡീസിൻ്റെ ട്രാജഡീസിൻ്റെയും പ്രത്യേകത. Shadwell's comedies produced sleep, while his tragedies produced laughter. Flecknoe's benediction speech has a tragic and abrupt ending. ഈ ഫ്ലക്കനോയുടെ ഈ benediction speech of blessings, it has a tragic and abrupt speedy ending. വളരെ പെട്ടെന്ന് ട്രാജിക്കായിട്ട് അവസാനിക്കുന്നത്. എന്താ പറ്റുന്നറിയാമോ? എൻ്റെ പുസ്തകത്തിൻ്റെ മുകളിൽ ഇവർ പല കഷ്ണം വെച്ച് അതി കയറിയുന്ന പ്രസംഗിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ്? 1-2 പുസ്തകങ്ങളങ്ങ് മറിഞ്ഞു വീണു, ചരിഞ്ഞു. അപ്പോഴെന്ത് പറ്റി? വാട്ട് ഹാപ്പൻസ്? ചരിഞ്ഞതല്ല, ചരിച്ചിട്ടതാ. അതാരാന്നറിയാമോ? Flecknoe's speech as a tragic and abrupt end when Bruce and Longville, 2 clowns in Shadwell's play Virtuoso. ഷാഡ്വെല്ലിൻ്റെ പ്ലേ വിർച്വസോയിലെ 2 ക്ലൗൺസാണ്, കോമാളികളാണ് ബ്രൂസും ലോങ്വില്ലും. ഈ ബ്രൂസും ലോങ്വില്ലും ഇറങ്ങി വന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? പുൾ ദി പ്ലാങ്ക് ഫ്രം അണ്ടർ ഹിസ് ഫീറ്റ്. ഇയാൾ നിന്ന 2 പുസ്തകങ്ങളുടെ സെറ്റിനിടയിൽ പലക വെച്ച് അതിരിക്കുമായിരുന്നു. പുസ്തകങ്ങൾ വലിച്ചിഞ്ഞെടുത്തപ്പോഴത്തേക്ക് എന്താ പറ്റി? ദി പ്ലാങ്ക് പലക കഷ്ണം. ദി ഫ്ലാറ്റ് ലോങ് ടിമ്പർ പീസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്ലാങ്ക്. ആ പലക കഷ്ണം പറഞ്ഞു. ഇയാളങ്ങ് താഴോട്ട് വീണപ്പോൾ താഴേന്ന് വായു വന്ന് ഇയാളുടെ ഒരു മാൻറ്റിൽ, ഇയാളുടെ ഒരു ഷാള് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഉയർന്ന് പൊങ്ങി. ആ ഉയർന്ന് മുങ്ങിയ ഷാള് നമ്മുടെ തോമസ് ഷാഡ്വെല്ലിൻ്റെ കഴുത്തിലൊന്ന് കറക്റ്റായിട്ട് വീഴുകയും ചെയ്തു. അതാണ് കൊറോണേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കൊറോണേഷൻ. അപ്പം ഒരു ഹെറിഡിറ്ററി ആയ ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ പ്രഷ്യസ് ഹെറിറ്റേജ് ആണ് ആ ഷാൾ എന്ന് പറയുന്നത്. So what happens? So Flecknoe's speech has a tragic and abrupt end when Bruce and Longville, 2 clowns in Shadwell's Virtuoso, pull the plank from under his feet. Flecknoe goes down, he falls down, and his mantelpiece or shawl is raised up by the wind coming from underneath. His shawl is raised high by the wind coming from underneath. താഴേന്ന് വന്ന വായു ഇത് പൊക്കിയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി. This mantle, this shawl falls on his dear son as a precious heritage. അപ്പോൾ ഇവരുടെ പാരമ്പര്യത്തിൻ്റെ അടയാളമാണ്, വിഡ്ഢിത്തത്തിൻ്റെ അടയാളമാണ് ഈ ഷാള്. ആ ഷാള്, ഫ്ലക്കനോയുടെ ഷാള് കറക്റ്റായിട്ട് ഇയാളുടെ ഷോൾഡറിൽ, ആരുടെയും തോമസ് ഷാഡ്വെല്ലിൻ്റെ ഷോൾഡറിൽ വന്ന് പതിക്കുകയും ചെയ്തു. Thus Dryden brings the poem to a dramatic and comic end.
Thus Dryden brings the poem to a dramatic and comic end.